ഇറാന് റഷ്യയുടെ സഹായം ലഭിക്കുമോ ഇല്ലയോ? ഇറാനും റഷ്യയ്ക്കും ഇടയിൽ 20 വർഷം ആക്റ്റീവായി നിലനിൽക്കാൻ കഴിവുള്ള ഇറാനും റഷ്യയ്ക്കും ഇടയിൽ 20 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സ്ട്രാറ്റജിക് എഗ്രിമെന്റ് കരാർ അടുത്തിടെ ഒപ്പുവെച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രവർത്തനം ഇവിടെ എന്താണ്? ഇപ്പോ ഇറാനെതിരെ ഇസ്രായേൽ ഇത്രയും ശക്തമായ ഒരു യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഈ സമയം ഈ കരാർ കൊണ്ട് എന്ത് സഹായമാണ് ഇറാന് ലഭിക്കുക? ഈ ഒരു ചോദ്യം ഈ പ്രശ്നം ആരംഭിച്ച അന്ന് മുതൽ തന്നെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. പ്രധാനമായി അമേരിക്ക അവരുടെ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ മൂവ് ചെയ്തപ്പോഴും അവരുടെ ടാങ്കർ ഫ്ലൈറ്റിനെ മൂവ് ചെയ്യുമ്പോഴെല്ലാം ഈ ചോദ്യം എല്ലാവർക്കും വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തേത്, ഇറാന്റെ ഉടമസ്ഥതയിലുള്ള 2 F-14 ടോംകാറ്റ് വിമാനങ്ങൾ ഇന്നലെ ഇസ്രായേൽ അവരുടെ സ്ട്രൈക്കിലൂടെ പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, ഈ തന്ത്രപരമായ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. F-14 ടോംകാറ്റ്സ് ഇറാന്റെ ആഴ്സണലുള്ളതിൽ കൂടുതലായും അവർ ഉപയോഗിക്കുന്ന ഒരു വിമാനം അതിതാണ്. ഇത് 1979 ഇസ്ലാമിക് റവല്യൂഷന് മുൻപ് തന്നെ അപ്പോഴുണ്ടായിരുന്ന ഇറാൻ സർക്കാർ അമേരിക്കയിൽ നിന്നും ഒരു 80 വിമാനങ്ങൾ പർച്ചേസ് ചെയ്തു. ആ കാലത്ത് നോക്കിയാൽ, അതായത് 80കൾക്ക് മുൻപ് അഡ്വാൻസ്ഡ് ഏവിയോണിക്സ് ഉള്ള വിമാനം, അഡ്വാൻസ്ഡ് എയർ ടു എയർ മിസൈലുകളുള്ള ഒരു വിമാനം, അത് ഈ F-14 ടോംകാറ്റ്സ് വിമാനങ്ങളായിരുന്നു. ഇപ്പോൾ ആക്റ്റീവ ഇറാന്റെ പക്കൽ 35 മുതൽ 40 വിമാനങ്ങൾ വരെയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇസ്ലാം റവല്യൂഷൻ ഉണ്ടായി ആ ഒരു ഭരണമാറ്റം സംഭവിച്ചതിന് ശേഷം ഏതൊരു സഹായവും പിന്നെ അമേരിക്കയിൽ നിന്നും ലഭിച്ചില്ല. അതായത് ഈ വിമാനങ്ങളെ സർവീസ് ചെയ്യാനുള്ള സഹായമൊന്നും അമേരിക്ക നൽകിയില്ല. ബ്ലാക്ക് മാർക്കറ്റ് ആക്സസ് ചെയ്ത് അതുവഴി ലഭിക്കുന്ന സ്പെയർ പാർട്സും അതുവഴി ലഭ്യമാകുന്ന ചില സ്പെയർസും കൊമേഴ്ഷ്യൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്പെയർസും ഉപയോഗിച്ച് മാത്രമാണ് ഈ വിമാനങ്ങളെ ഇന്നുവരെയും ഇറാൻ സജീവമാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഒരു ക്യാപ്പബിളായ ഫൈറ്റർ ജെറ്റ്സ് ആണ് F-14 ടോംകാറ്റ്സ്. ഈ ഇഫാൻ പ്രൊവിൻഷ്യയിൽ നടന്ന ആക്രമണവും അല്ലെങ്കിൽ തെഹ്റാന്റെ ഔട്ടർ സ്കേർട്സിൽ നടന്ന എയർബേസിൽ നടന്ന ആക്രമണമായാലും 2 F-14 ടോംകാറ്റ്സ് വിമാനങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇതിന്റെ ഡീറ്റെയിൽസ് ഇസ്രായേൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അൺറിപ്പയറബിൾ മോഡായിട്ടുണ്ട്. അതായത് പൂർണ്ണമായും ഈ വിമാനങ്ങളെ പിന്നെ ഇതിനുശേഷം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇറാന്റെ F-14 ടോംകാറ്റ്സ് വിമാനങ്ങളുള്ളത്. സത്യത്തിൽ ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഇറാന്റെ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഇതിനകം വീക്കായ അവരുടെ എയർഫോഴ്സിന് വീണ്ടും സിവിയറായ ഒരു തിരിച്ചടി തന്നെയാണിത്. ഇത് ഒരു ചെറിയ അപ്ഡേറ്റ് മാത്രമാണ്. ഇന്നലെ വീണ്ടും ഇസ്രായേലിനും ഇറാനും ഇടയിൽ ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം 2 വിഭാഗവും പരസ്പരം വളരെ മോശമായി തന്നെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയും മരണനിരക്ക് നോക്കിയാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും അവർ നൽകിയ കണക്ക് 24 പേർ മരിച്ചുവെന്നാണ്. ഒഫീഷ്യലായി അവരുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വശത്ത് ഇറാനിൽ എത്ര പേർ മരിച്ചുവെന്ന് നോക്കിയാൽ 240-ൽ കൂടുതൽ പേർ മരിച്ചിട്ടുണ്ട്. കൂടാതെ 1000-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ 24 പേർ മരിച്ചു എന്നത് മാത്രമല്ല, 500-ലധികം ആളുകൾ ഇവിടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പിരിമുറുക്കം അധികമാക്കുന്നുവെന്നതല്ലാതെ ഈ 2 രാജ്യങ്ങളും സാധാരണ നിലയിലേക്ക് മടങ്ങുന്ന രീതിയിലുള്ള യാതൊരു സൂചനയും കാണുന്നില്ല. ഒരു ഭാഗത്ത് നോക്കിയാൽ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിനെ ഞങ്ങൾ ആക്രമിച്ചു, മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് ഇറാൻ ഒരു ക്ലെയിം നടത്തി. മറുവശത്ത് ഇസ്രായേൽ ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ടിവിയെ തന്നെ, ആ ഒരു ചാനലിനെ തന്നെ ലൈവായി ന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ബിൽഡിങ്ങിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ ഒരു ബിഗ്ഗസ്റ്റ് സൈക്കോളജിക്കൽ വാർഫെയറായി മാറിയിട്ടുണ്ട്. കാരണം നിങ്ങൾ അധികാരമുള്ള ഒരു സർക്കാർ ടെലിവിഷൻ സ്റ്റേഷനെ ആക്രമിക്കുക എന്നുള്ളത് നേരിട്ട് ആ രാജ്യത്തിന് തന്നെ ഒരു വെല്ലുവിളി നടത്തുന്നത് പോലെയാണ്. നിങ്ങളുടെ രാജ്യത്തിൽ നിന്നും നിങ്ങൾ ഏത് രീതിയിൽ വാർത്ത പുറത്തുവിടുന്നുവോ ആ മീഡിയയെ തന്നെ എന്നെ കൊണ്ട് കൈവയ്ക്കാൻ കഴിയും എന്നാണ് ഇസ്രായേൽ അവരുടെ ശക്തി തന്നെ അവിടെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ തെഹ്റാനെ ഇവാക്വേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതും പെട്ടെന്ന് തന്നെ തെഹ്റാൻ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ കാലിയാക്കാൻ ആവശ്യപ്പെടുക, ഇതെല്ലാം എത്രത്തോളം ഇവരെ കൊണ്ടൊരു സൈക്കോളജിക്കൽ വാർഫെയർ ചെയ്യാൻ കഴിയുമോ അതെല്ലാം വ്യക്തമായി തന്നെ ഇസ്രായേൽ അവിടെ ചെയ്യുന്നുണ്ട്. അടുത്ത് റഷ്യയുടെ കാര്യത്തിലേക്ക് വരാം. ഏപ്രിൽ മാസത്തിൽ 2 രാജ്യങ്ങളും ചേർന്ന് റഷ്യയുടെ സ്റ്റേറ്റ് ഡൂമയായാലും അവരുടെ സഭയിലും ഈ ഒരു കരാർ നിയമമാക്കപ്പെടുകയും അത് പാസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ ഇറാന്റെ പാർലമെന്റിലും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. 20 വർഷം 2 ഡിക്കേഡ്സിന് റഷ്യയ്ക്കും ഇറാനും ഇടയിൽ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ആയിട്ടുള്ള നിയമം മാറ്റിയിട്ടുണ്ട്. ഒരുപാട് പേർ പറയുന്നത് അപ്പോൾ റഷ്യ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. കാരണം അമേരിക്ക ഇസ്രായേലിന് നേരിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള മിക്ക രാജ്യങ്ങളും ഇവിടെ ഇസ്രായേലിന് നേരിട്ട് തന്നെ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ റഷ്യ, ഉത്തര കൊറിയ, ചൈന ഈ 3 രാജ്യങ്ങളും എന്താണ് ചെയ്യാൻ പോകുന്നത്?
ഉത്തര കൊറിയയ്ക്കായാലും ചൈനയ്ക്കായാലും ഇവിടെ ഡയറക്റ്റ് യാതൊരു സ്ട്രാറ്റജിക്കൽ എഗ്രിമെൻസും ഇല്ല. എന്നാൽ റഷ്യയ്ക്കും ഇറാനും ഇടയിൽ ഒരു കരാർ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ എന്ത് സഹായമാണ് റഷ്യയ്ക്ക് ഇറാന് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, ബാക്ക് ചാനൽ വഴി ഇറാന് റഷ്യയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വാസ്തവത്തിൽ ഈ സ്ട്രാറ്റജിക്കൽ എഗ്രിമെൻ്റ് എന്നത് 47 ആർട്ടിക്കിൾ ഉൾപ്പെട്ടതാണ്. ഇതിൽ എല്ലാ ആർട്ടിക്കിളും നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ 2-3 മണിക്കൂറുകൾ ആവശ്യം വരും. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും എടുക്കാം. ഈ ആർട്ടിക്കിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട 3 സവിശേഷതകളാണ് അറിയേണ്ടത്. ഇത് പല ഡിവിഷനായി തന്നെ വിഭജിച്ച് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 സവിശേഷതകൾ എടുത്താൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർഷിപ്പാണ്. രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ സൈനിക സഹകരണം എത്രത്തോളം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത് പരാമർശിക്കുന്നത്. മൂന്നാമതുള്ളത് എമർജൻസി ഹെൽപ്പ്, ഇൻറ്റൽ ഷെയറിംഗ് ആണ്. ഇതിൽ ആർട്ടിക്കിൾ 1 കുറിച്ച് നോക്കിയാൽ ആ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആർട്ടിക്കിൾ 1 മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ 2 രാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വരികയാണ്. ഇറാനും റഷ്യയ്ക്കും ഇടയിൽ ഒരു സ്ട്രാറ്റജിക് അഗ്രിമെൻറ്റ് ഇതിനകം ഉണ്ട്. ഇറാനും മറ്റേതെങ്കിലും രാജ്യത്തിനും ഇടയിൽ ഒരു പ്രശ്നം വരികയാണ്. അല്ലെങ്കിൽ ഇറാനെയോ റഷ്യയെയോ മൂന്നാം കക്ഷി ഒരാൾ ഭീഷണിപ്പെടുത്തി ആക്രമിക്കുകയാണ്. അല്ലെങ്കിൽ ഈ 2 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള ഒരു യുദ്ധം തൊടുത്തുവിടുകയാണെങ്കിൽ നേരിട്ടുള്ള ഒരു മിലിറ്ററി ഇടപെടൽ ശത്രു രാജ്യങ്ങൾക്ക് ഈ 2 രാജ്യവും ചെയ്യാൻ പാടില്ല. അതായത് റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ഇറാൻ ഉക്രൈന് സഹായം ചെയ്യാൻ പാടില്ല. ഇസ്രായേലിനും ഇറാനും ഇടയിൽ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ റഷ്യ ഇസ്രായേലിനെ സഹായിക്കാൻ പാടില്ല. ഇത് നേരിട്ടായാലും ബാക്ക് ചാനൽസ് വഴി ആയാലും ശരി. ഇതാണ് ആർട്ടിക്കിൾ 1 മെൻഷൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് ആർട്ടിക്കിൾ 2 പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യം, ഇവരുടെ ഇന്റലിജൻസ് ഇൻപുട്ടും ഈ ചാര സംഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഡാറ്റ ഉദ്യോഗസ്ഥർ ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അതായത് റഷ്യയുടെ FSB ആയാലും ഇറാന്റെ ഇന്റലിജൻസ് ഏജൻസി ആയാലും ശരി, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സാഹചര്യം വരികയാണ്, ഇറാനിൽ ഇസ്രായേൽ സ്ട്രൈക്ക് നടത്തുകയാണെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ട ഒരു കോർഡിനേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് നൽകണം. ഇപ്പോൾ ഇറാൻ്റെ പക്കൽ യാതൊരു സാറ്റലൈറ്റ് നെറ്റ്വർക്കും ഇല്ല. അവരുടെ പക്കൽ ഒരു ചാര ഉപഗ്രഹവും അത്രത്തോളം ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ റഷ്യയുടെ സാറ്റലൈറ്റ് ഇൻപുട്ട് നേരിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതിന് ഒരു നല്ല ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ ഉക്രൈന് സാറ്റലൈറ്റ് ആക്സസ് നാറ്റോ നൽകിയിട്ടുണ്ട്. അതായത് ഇവർ അഭ്യർത്ഥന നടത്തിയാലും നടത്തിയില്ലെങ്കിലും ശരി, ഇവർ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അവരുടെ സാറ്റലൈറ്റ് ഇമേജസ് അമേരിക്ക നൽകും, നാറ്റോയും നൽകും. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയിലുള്ള സാറ്റലൈറ്റ് പ്രൊവൈഡേഴ്സ്, സാറ്റലൈറ്റ് ഇമേജ് പ്രൊവൈഡേഴ്സിൻ്റെ ഡേറ്റാസ് ആക്സസ് ചെയ്യുന്നതിലൂടെ ഉക്രൈന് റഷ്യയിൽ ഒരു സ്ട്രൈക്ക് നടത്താൻ സാധിക്കും. ഇത് ഉക്രൈൻ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ആ കമ്പനികൾ അല്ലെങ്കിൽ ആ സംഘടനകൾ കൊടുക്കുന്ന ഡേറ്റയാണ്. എന്നാൽ ഇവിടെ ഇറാൻ ഒരു പ്രശ്നം വരികയാണെങ്കിൽ റഷ്യയ്ക്ക് ഒരു ഫ്രീ ആക്സസ് നൽകാൻ സാധിക്കും. അതായത് ഒരു സമയ പരിധിക്കുള്ളിൽ ഏത് ഡേറ്റയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് റഷ്യയുടെ പെർമിഷൻ വാങ്ങാതെ തന്നെ എടുക്കാം. ആ സമയപരിധിക്കുള്ളിൽ റിപ്പീറ്റഡ് പെർമിഷൻസ് ഇല്ലാതെ മുഴുവനായി വാടകയ്ക്ക് എടുക്കുന്നത് പോലെ. പക്ഷേ ഇവിടെ ക്യാഷ് ഒന്നും വാങ്ങാതെ, ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ആ കാലയളവിൽ റഷ്യയുടെ സാറ്റലൈറ്റ്സിനെ ഇവരെ കൊണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. റിക്വസ്റ്റ് കൊടുത്ത് ആക്സസ് ചെയ്യുന്നതിനും ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ ഇവർക്ക് ഫ്രീ ആയി ആക്സസ് ചെയ്യുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് രണ്ടാമത്തെ ആർട്ടിക്കിളാണ്. മൂന്നാമതായുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇറാനുള്ള സഹായം റഷ്യക്ക് നേരിട്ട് കൊടുക്കാൻ സാധിക്കില്ല എന്നറിയാം. എന്നാൽ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അഗ്രസറിന് വെപ്പൺസ് സപ്ലൈ ചെയ്യാൻ പാടില്ല, അഗ്രസർക്ക് ആവശ്യമായ നേരിട്ടുള്ള സഹായം ചെയ്യാൻ പാടില്ല എന്ന്. ഈ ആർട്ടിക്കിൾ 3 ഇതിനെക്കുറിച്ച് വ്യക്തമായി ഒരു കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഇതാണ് ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു വശം. ഒരു പക്ഷേ ഒരു പ്രശ്നം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ 2 ഭാഗത്തിനും ഇടയിൽ യുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എത്തുമ്പോൾ ആവശ്യം വന്ന ഉപകരണങ്ങൾ ഏതൊരു കണ്ടീഷൻസും ഇല്ലാതെ 2 വിഭാഗവും അവർക്കുള്ളിൽ ഷെയർ ചെയ്യണം. ഇവിടെ എക്യുപ്മെൻറ്റ്സ് എന്ന വാക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള കാരണം ഇപ്പോൾ സംഭവിക്കുന്ന സാഹചര്യവും ഇതുമായും നന്നായി മാച്ചാകും. ഇപ്പോൾ ഇറാനും ഇസ്രായേലിനും ഇടയിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. ഇസ്രായേൽ ഇറാനിൽ ഒരു സ്ട്രൈക്ക് നടത്തി, ഇറാൻ ഇസ്രായേലിലും സ്ട്രൈക്ക് നടത്തി. അടുത്ത് ഗ്രൗണ്ട് ഇൻവേഷന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇറാൻ ആവശ്യമായ മിസൈൽസ്, അവർക്ക് ആവശ്യമായ റഡേഴ്സ്, ഒഫൻസീവ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെപ്പൺസ്, അല്ലെങ്കിൽ ഡിഫൻസിന് ആവശ്യമായ സർഫസ് ടു എയർ മിസൈൽസ്, ഇവയെല്ലാം ആവശ്യമാണെങ്കിൽ റഷ്യ അവർക്കത് നൽകിയേ മതിയാവുകയുള്ളൂ. ഇതാണ് ആർട്ടിക്കിൾ 3 മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം. ഇവിടെ മിലിറ്ററി അലയൻസിനും സ്ട്രാറ്റജിക്കൽ എഗ്രിമെൻറ്റിനും ഒരുപാട് വ്യത്യാസമുണ്ട്. മിലിറ്ററി അലയൻസ് ആണെങ്കിൽ നേരിട്ട് ഞാൻ അകത്തേക്ക് വന്ന് ആക്രമിക്കുമെന്നുള്ളതാണ് ഈ മിലിറ്ററി അലയൻസ്. ഇപ്പോൾ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വഴി ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇവിടെ കൊണ്ടുവന്ന് അത് നിയമമായി മാറ്റിയിട്ടുള്ളത് കൊണ്ട്
എത്രത്തോളം ലോകത്തിൻ്റെ കണ്ണിൽ പെടാതെ ഇറാന് എത്ര സഹായം നൽകാൻ കഴിയുമോ അതെല്ലാം നൽകും. പല ഷിപ്മെൻറ്റ്സിലൂടെ നൽകും. ഞാനൊരു മിസൈൽ പൂർണ്ണമായും നൽകുന്നില്ല, മിസൈലിന് ആവശ്യമായ സ്പെയർ പാർട്സാണ് നൽകുന്നത്, അത് മിസൈലിൻ്റെ കണക്കിൽ വരില്ല. ഇങ്ങനെ ഷിപ്മെൻറ്റ്സ് മാറ്റി മാറ്റി വിഭജിച്ച് ചെയ്യുന്നതിലൂടെ ഇറാൻ ആവശ്യമായ സഹായം റഷ്യയെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഈ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ബിസി ആയിരിക്കുമ്പോൾ ഇത്രത്തോളം സഹായമൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് വരാം. ഇത് ഇസ്രായേലിന് ഫേവറായി സംസാരിക്കുന്ന മാധ്യമങ്ങളെല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്നത് ഇറാൻ കാരണം റഷ്യയ്ക്ക് ഇപ്പോൾ യാതൊരു നേട്ടവും ഇല്ല. തുടക്കത്തിൽ ഷാഹിദ് ഡ്രോൺസിന്റെ ഉപയോഗം റഷ്യയിൽ വളരെ അധികമായിരുന്നു. ഒരു ദിവസം തന്നെ ശരാശരി 20-30 ഡ്രോൺസ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് പടിപടിയായി വളർന്ന് ഒരു ദിവസം മാക്സിമം 100 ഡ്രോൺസ് വരെയും ഉപയോഗിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ എന്ന ഒരു ആവശ്യം റഷ്യയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമായിരുന്നു ഈ ഒരു പാർട്ട്ണർഷിപ്പ് അവർ കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഷാഹിദ് ഡ്രോൺസിന്റെ റഷ്യൻ വേരിയന്റായ ജെറാനിയൻ ഡ്രോൺസ് റഷ്യ തന്നെ മാസത്തിൽ 2800 വരെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറാനെ കൊണ്ട് റഷ്യയ്ക്ക് ഏതൊരു നേട്ടവുമില്ല, പ്രയോജനവുമില്ല. അപ്പോൾ പിന്നെ പേരിന് ഈ ഒരു അഗ്രിമെന്റ് ഉണ്ടാകുമെന്നതല്ലാതെ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഏതൊരു സഹായവും ഇറാന് ലഭിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇപ്പോഴും ഇറാന്റെ പക്കൽ നിന്ന് ധാരാളം റിസോഴ്സ് ലഭിക്കുന്നുണ്ട്. പ്രധാനമായും ബാലിസ്റ്റിക് മിസൈൽസിന്റെ റിസോഴ്സ്, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ റഷ്യയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ വലിയ പിടിയൊന്നുമില്ല. അസാദിന്റെ റെജിമെന്റ് എന്നാണോ വീണത്, സിറിയയിൽ എന്നാണോ ആ ഒരു ഭരണകൂടം വീണത്, പിന്നീട് അതിനുശേഷം റഷ്യയുടെ മേജർ മിഡിൽ ഈസ്റ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ വലിയൊരു ചോദ്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ റഷ്യ ഇറാനെയും വിടുകയാണെങ്കിൽ അവർക്ക് മിഡിൽ ഈസ്റ്റിൽ അവരുടെ ഹോൾഡ് പിടിച്ചു നിർത്താൻ മറ്റ് വഴിയൊന്നുമില്ല. മറ്റേത് രാജ്യവും റഷ്യയ്ക്ക് ഫേവറായി അനുകൂലമായി ഇത്രത്തോളം ഒരു സഹായം ചെയ്ത് സ്ട്രാറ്റജിക്കൽ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന തരത്തിലോട്ടൊന്നും പോവുകയില്ല. അപ്പോൾ ഇത് റഷ്യയ്ക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് ഇവിടെ ഇസ്രായേലിനെ ഹൈഡ് ചെയ്തുകൊണ്ട് എങ്ങനെയെല്ലാം സഹായിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എത്രത്തോളം ഇവർക്ക് ഡിഫെൻസീവ് എക്യുപ്മെന്റ്സ് നൽകാൻ കഴിയുമോ അതെല്ലാം നൽകാൻ തീർച്ചയായും റഷ്യ ശ്രമിക്കും. അതിപ്പോൾ ബ്ലാക്ക് മാർക്കറ്റ് ആക്സസ് ചെയ്യും, ബാക്ക് ചാനൽസ് എല്ലാം ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഈ ആർട്ടിക്കിൾ എന്നത് രണ്ട് വിഭാഗത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് ആണ്. എന്നാൽ ഇത് പുറത്താരും അധികം ഒന്നും സംസാരിക്കില്ല. കാരണം ഈ കരാറിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ബ്ലാക്ക് മാർക്കറ്റ് വഴിയോ അല്ലെങ്കിൽ ഈ പല രാജ്യങ്ങളുടെയും കണ്ണിൽ പെടാതെയാണ് സംഭവിക്കുക. അതുപോലെ റഷ്യ ഇവിടെ ഇറാനെ സഹായം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നു. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.